ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓണം സ്പെഷ്യൽ പാലട പായസം ഡ്രീം കേക്ക് അഥവാ 5-in-1 ടോർട്ട് കേക്ക് ആണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നിർത്താനേ തോന്നില്ല, വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള കേക്കാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഡ്രീം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും വളരെയധികം എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ട പായസമൊക്കെ വിത്തിൻ മിനിറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കേക്കും അതെ, ഇത്ര പെട്ടെന്ന് ഒരു ഡ്രീം കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കേക്ക് കൂടുതൽ ടേസ്റ്റി ആക്കാനും വെറൈറ്റി ആക്കാനും ഒക്കെ ആയിട്ട് പല ടിപ്പുകളും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഈസി അടപ്പായസം ഉണ്ടാക്കാം. നല്ല പിങ്ക് കളറിലുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണൊക്കെ നെയ്യ്, അത്ര മാത്രം നെയ്യ് മതി, ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അടയാണ്. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കല്ലോ, അരിയുടെ അട, അതാണിത്. ഏത് കമ്പനി ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ചെറിയ തരിയായിട്ടുള്ള അടയാണിത്. അത് നമുക്കൊരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നല്ലൊരു ഡാർക്ക് കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഓണത്തിന് പായസം ഉണ്ടാക്കാനാണെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. പിന്നെ വലിയ ക്വാണ്ടിറ്റി ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാത്തതാണ് നല്ലത്. കാരണം പെട്ടെന്ന് അട വെന്ത് പോകും. അത് നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കിയാൽ മതി. അത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്പായസമാണ്. ബോളിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ പായസം. അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ കൂടെ കാരമലൈസ് ചെയ്ത് നല്ല ഡാർക്ക് കളറായി നെയ്യ് സെപ്പറേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് ഇപ്പം ഇളക്കി കൊടുത്താൽ മതി ഒന്ന്. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്, അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 3 കപ്പാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പാൽ തിളച്ചതോ തിളപ്പിക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിരിക്കും കേട്ടോ, പക്ഷെ ഒരു കുഴപ്പമില്ല, കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ അങ്ങ് ശരിയായിക്കോളൂ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 1-2 വിസിലിന് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്ന സമയത്ത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടയൊക്കെ അത്യാവശ്യം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ആ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. വേണമെന്നൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കാം, അത്രയും മതി. കുറഞ്ഞ തീയിലങ്ങ് പതുക്കെ വെന്ത് വരട്ടെ. ഇതപ്പം കുറച്ച് നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്, ഇത് മതി. ഇത് നമുക്ക് ഓഫാക്കി ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ പായസ കേക്കിൽ മിൽക്ക് പൗഡർ ചേർക്കുമ്പോഴത്തേക്കും. മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1/2 കപ്പ് മൈദ തന്നെ എടുത്തിരുന്നാലും മതി. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടി ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബേക്കിംഗ് ട്രേ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്കയാണ്, അത് തൊലി പൊളിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പായസ കേക്കല്ലേ, അപ്പം ആ കേക്കിൽ ഏലക്കയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണേ. അതുപോലെ വൈറ്റ് ഒക്കെ എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് ഹൈ സ്പീഡിലിട്ടിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. അതുകൊണ്ട് അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ആയാലും മതി, ഇല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മൈദയൊക്കെ അരിച്ചു വെച്ചില്ലേ, അത് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണേ. ഒരുപാട് കുത്തി അങ്ങ് ഇളക്കരുത്, ജസ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് മതി. നമുക്കിത് 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ചിട്ട് കുറച്ച് മൈദ തൂക്കി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ സാധാരണ ചോറ്റും പാത്രം എടുത്തിരുന്നാലും മതി. എന്നിട്ട് ആ ചോറ്റും പാത്രത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല പാകത്തിന് ചൂടായിരിക്കുന്നുണ്ട്. ഈ ചൂടായിരിക്കുന്ന ഈ ഒരു സെറ്റപ്പിലേക്ക് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അത്രയും മതി. ഇപ്പം കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. എന്നാലും ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കണം. ഇതിലെന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാം. ഇനി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിരുന്നാലും മതി. നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു തുണി ഇട്ട് മൂടി വെക്കാം. അത് അവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ടോർട്ട് കേക്കിൻ്റെ ഒരു ലെയർ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫ്രഷ് ക്രീമും പാലും കൂടെ രണ്ടും കൂടെ ഈക്വൽ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് ചേർത്തിരുന്നാലും മതി. അങ്ങനെ ആകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ച് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. തിളയ്ക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതങ്ങ് ഓഫായി കൊടുക്കാം. കാരണം തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. ഇതിലേക്ക് ഇതൊരു 3 ഡ്രോപ്പ് മാത്രം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് ഒന്ന് തണുത്ത് വരട്ടെ. ഇതൊക്കെ പെട്ടെന്ന് തണുത്ത് വരും കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ട്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത്രയും തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇത് ഞാനിപ്പം തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിക്കായി വന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള പായസം ഒരു 1/2 കപ്പ് എടുത്ത് മാറ്റി അത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊന്നും നമ്മൾ പുറത്ത് വെക്കണ്ട. പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക നല്ലത്. ഇനി ഇത് ബാക്കി ഒരു ഏകദേശം ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ എടുത്ത് മാറ്റി കുടിക്കാനായിട്ട് എടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാല് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതൊന്ന് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാം. ഇതിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യേണ്ടത്. അപ്പം കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിലല്ലേ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, ആ ക്രീം എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് ഈ ഒരു പരുവാവും. ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ ലിക്വിഡ് മാത്രം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാം. കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഇത് മതി. ഇതാണ് നമ്മുടെ ഒരു ലെയർ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഒക്കെ ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ വീട്ടാവശ്യത്തിനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും തിക്കാവേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയാലും മതി. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഫാൻ്റെ ചുവട്ടിൽ വെച്ചിരുന്നതാണ്. തുണിയിട്ട് മൂടിയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് നമുക്കിത് മുഴുവനും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്ക് നമുക്ക് 2 പായസം ടോട്ട് കേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. 1/2 കിലോ വെച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. മാറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കത് കഴിക്കാമല്ലോ. ടീ കേക്കൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. എല്ലാം നമുക്ക് വീട്ടിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു ടോട്ട് കേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനും ഇത് മതി. അത് മുറിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ട് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് 5 ഇഞ്ചിൻ്റെ ഈ ഒരു ടീനിലാണ് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാം ചെയ്യുന്നില്ലേ അതുപോലെ. ടീനില്ലാത്തവർക്ക് ചുറ്റും പാത്രം എടുത്തിരുന്നാലും മതി. പായസ കേക്കല്ലേ, അപ്പോൾ ആദ്യം തന്നെ പായസം ഒഴിച്ചു കൊടുക്കാം. പായസം ഒരു 3 സ്പൂണൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ടോട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്കിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കൂടിപ്പോവരുത്. ഒരൊറ്റ ലെയർ കേക്ക് മാത്രം മതി. കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പായസം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പായസം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. തന്നെ അടിയിൽ നിന്നും അങ്ങ് അബ്സോർബ് ആവും, മുകളിൽ നിന്നും ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് കിട്ടുകയും ചെയ്യും.
പിന്നെ അടിയിൽ ആ പായസത്തിന്റെ അടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അടിയിലും ആയിട്ട് കിട്ടും. അത് ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം, ഒന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങിപ്പോവാനായിട്ട്. അതങ്ങ് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മാത്രം 3-4 എണ്ണം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. അത് മതി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചില്ലേ, അത് ആ ലെയർ വെച്ച് കൊടുക്കാം. അത് മുഴുവനും ആക്കിയിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ ക്രീം അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അത് കുറേശ്ശെ അങ്ങ് ഒഴിച്ച് പതുക്കെ സ്പൂൺ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടണം, എല്ലാം കൂടെ മിക്സ് ആയി പോകരുത്. എല്ലായിടത്തും അങ്ങ് ആക്കിയിട്ടുണ്ട്. അടിയിലത്തെ ആ വൈറ്റ് പോർഷൻ കാണാത്ത തരത്തിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാ ലെയറിനും വേറെ വേറെ ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ, ഡാർക്കായിട്ട് പല പല കളറിലാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം, ഒന്നൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും. മുകളിലത്തെ ആ ഒരു ലെയർ തൊടുമ്പോൾ കയ്യിലൊക്കെ ഒട്ടുകയൊക്കെ ചെയ്യും, എന്നാലും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ടോപ്പ് ലെയർ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ മിക്സ് ആയിപ്പോവും, ഇപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ടോപ്പിലെ ലെയർ പായസം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ചോക്ലേറ്റിൻ്റെ കട്ടിയിലൊന്നുള്ള വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. പായസം അങ്ങ് ചെയ്യാണ്. നമുക്കിങ്ങനെ ഡും 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 എന്ന് പറഞ്ഞാൽ മുട്ടാനൊന്നും ഉണ്ടാവില്ല. ഓണമല്ലേ, ഓണത്തിന് പുലിക്കളിക്കാർ മുട്ടിക്കോളും, നമുക്ക് മുട്ടണ്ട. പായസം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് എടുത്തൊഴിക്കേണ്ട, സ്പൂണിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് പതുക്കെ പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഫ്രീസറിൽ വെച്ചതുകൊണ്ട്. ഇനിയിപ്പം ബോളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബോളി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പായസം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ബോളി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി ആയിരിക്കണം. സൈഡൊക്കെ ഇങ്ങനെ ഹാർഡായിട്ടുള്ള ബോളിയില്ല, ചില കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടും. അങ്ങനത്തെ ബോളി വെക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം ബോളി, പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അത് ശരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടത്, മുറിച്ചിട്ടൊന്നുമില്ല. കാഷ്യൂനട്ട് അതുപോലെ തന്നെ വെച്ചിട്ടാണ്. കാണുമ്പോൾ ഒരു റിച്ച് ലുക്കല്ലേ. അതുപോലെ റൈസിൻസ് വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളി. നമ്മുടെ ഓണം സ്പെഷ്യൽ അടപ്പായസം 5-in-1 ടോർട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇല്ല ഇപ്പോൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ച് അത്യാവശ്യം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലുള്ള പായസമാണേലും ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വാവ്, എന്താണ്, സ്പൂണ് വെച്ചപ്പോഴേ അങ്ങ് ഇറങ്ങിപ്പോയി. നമുക്ക് എടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്ക് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതിൻ്റെ എല്ലാ ലെയറും നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയാനുണ്ട്. അത് ഇടയ്ക്കുള്ള ആ ഒരു വൈറ്റ് ക്രീം നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ടേസ്റ്റും വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും ആ പായസത്തിൻ്റെ ടേസ്റ്റും കേക്കും എല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. അതിനിടയിൽ കൂടെ നട്ട്സ് കടിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് ഓണത്തിന്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. വിപ്പിംഗ് ക്രീമിൻ്റെ ഭാഗമേ മറന്നേക്കൂ. ബാക്കിയെല്ലാം കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ടോർട്ട് കേക്ക് ഉണ്ടാക്കാം. അത് എത്ര എളുപ്പത്തിൽ, ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കേക്കായിരുന്നു ഇത്. പല തിരക്കിലായി പോയതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കാൻ ഇച്ചിരി വൈകിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട് ഓർഡർ പോലും എടുക്കാതെ വെയിറ്റ് ചെയ്യുന്നതായിട്ട്. ഇന്ന് ഞാൻ രാവിലെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. പായസം ഉണ്ടാക്കി, കേക്ക് ഉണ്ടാക്കി, എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഇന്ന് തന്നെയാണ്. ഇന്ന് തന്നെ അപ്ലോഡും ചെയ്യും. ആദ്യമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഒരു കേക്ക് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രീം കേക്ക്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 3/4 കിലോ ഒക്കെ ഉണ്ട്. കാരണം പായസത്തിൻ്റെ വെയിറ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 600 to 750 ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാനും ചിക്കുവും കൂടെ വരുന്നുണ്ട്. ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.